ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസംകരണം. പോകാം വീഡിയോയിലേക്ക്. എന്താണ് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസംകരണം? ജനിതകപരമായിട്ട് വ്യത്യാസമുള്ള രണ്ട് ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് വർഗസംകരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ സന്താനങ്ങളെ ഹൈബ്രിഡ് എന്ന് പറയാറ്. അതായത് ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈബ്രിഡൈസേഷൻ. ഫലമായിട്ടുണ്ടാകുന്ന ആ പ്രോഡക്റ്റ്, ആ പുതിയ പ്ലാന്റിനെ ഹൈബ്രിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടോ നടക്കാറുണ്ട്. പ്രകൃതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഹൈബ്രിഡൈസേഷൻ നടക്കാറുണ്ട്. രണ്ട് പ്ലാന്റുകൾ അടുത്തടുത്ത് വളരുമ്പോൾ ഒരേ സ്പീഷീസ് ആയിരിക്കും, അതിന്റെ രണ്ട് വെറൈറ്റികൾ തമ്മിൽ അടുത്തടുത്ത് വളരുമ്പോൾ തമ്മിൽ ക്രോസ് പോളിംഗ് നടക്കാനും അതിന്റെ ഒരു പുതിയ ഹൈബ്രിഡ് ഉണ്ടാവാനുള്ള ചാൻസ് നാച്ചുറലി തന്നെ പോസിബിൾ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ കാണുന്ന പല ചെടികളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരു പ്ലാൻ ബ്രീഡർ തന്റെ ലക്ഷ്യത്തിനനുസരിച്ച് ഒരു പ്ലാന്റിലേക്ക് മറ്റൊരു പ്ലാന്റിന്റെ പോളൻ കളക്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്ന ഒരു കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡും ഹൈബ്രിഡൈസേഷനിലുണ്ട്. ഇങ്ങനെ നാച്ചുറൽ ആയിട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഹൈബ്രിഡൈസേഷൻ നടക്കാറുണ്ട്. ആദ്യമായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സങ്കരയിനെ ഉണ്ടാക്കിയെടുത്തത് ചോളത്തിലായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്തത് കോട്ടൺ മാത്തർ എന്ന സയന്റിസ്റ്റ് ആണ്. നാച്ചുറൽ ആയിട്ട് ചോളത്തിൽ ഒരു ഹൈബ്രിഡൈസേഷൻ നടന്ന് ഒരു പുതിയൊരു ഹൈബ്രിഡ് ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്തത് കോട്ടൺ മാത്തർ എന്ന സയന്റിസ്റ്റ് 1716 എന്നാൽ രണ്ട് വ്യത്യസ്ത സ്പീഷീസുകളെ തമ്മിൽ ക്രോസ് ചെയ്ത്, അതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അങ്ങനെയുള്ള ഒരു പ്ലാന്റിന്റെ സങ്കരയിനെ ഉണ്ടാക്കിയെടുത്തത് 1717 തോമസ് ഫെയർചൈൽഡ് എന്ന സയന്റിസ്റ്റ് ആണ്. ഡയാന്തസിന്റെ രണ്ട് ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റിലൂടെ പുതിയൊരു കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി ഒരു പ്ലാന്റ് നിർമ്മിച്ചെടുത്തത്. ആ പ്ലാന്റ് അറിയപ്പെടുന്നത് തന്നെ ഫെയർചൈൽഡ് മ്യൂൾ എന്ന പേരാണ് അറിയപ്പെടുന്നത്. 1760 ജർമ്മൻ സയന്റിസ്റ്റ് ആയ ജോസഫ് കൊറോട്ടർ ആണ് വിള മെച്ചപ്പെടുത്താൻ വേണ്ടി വർഗസങ്കരണം അഥവാ സങ്കരീകരണം ആദ്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചത്. അതായത് ജർമ്മൻ സയന്റിസ്റ്റ് ആയ ജോസഫ് കൊറോട്ടർ ആണ് കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടി വിളകളിൽ പുതിയ ഹൈബ്രിഡിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ മെന്റലിന്റെ കാലഘട്ടം മുതൽ മെന്റൽ പയർ ചെടികൾ ഒരുപാട് പരീക്ഷണം ചെയ്തിട്ടുണ്ട്, പുതിയ ഹൈബ്രിഡുകളെ ഉത്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് പിൽക്കാലത്ത് വിളകളുടെ മെച്ചപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന കാര്യമായിട്ട് മാറി. അത് മെന്റലിന്റെ എക്സ്പെരിമെന്റോട് കൂടി പിന്നീടുള്ള എല്ലാ വിള മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ബഹുഭൂരിപക്ഷം വിളകളും ഇനങ്ങളിൽ നിന്ന് ഉണ്ടായതെല്ലാം ഇതുപോലുള്ള വർഗ സംഘടനത്തിനാണ് ഉണ്ടായത്. എന്താണ് ഈ ഹൈബ്രിഡൈസേഷന്റെ ലക്ഷ്യങ്ങൾ? വർഗ സംഘടനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആവശ്യമുള്ള പ്രതീകങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സിനെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്ലാന്റ് നിർമ്മിച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നെൽച്ചെടി എടുക്കാം. ഒരു നല്ല ഈൽഡ് ഉള്ള ഒരു നെൽച്ചെടിയെ കണ്ടു, അതുപോലെ റെസിസ്റ്റന്റ് പവറും അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൂടുതലുള്ളൊരു മറ്റൊരു നെൽച്ചെടിയും കണ്ടെത്തി. ഇത് രണ്ടും തമ്മിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ക്യാരക്ടറുമുള്ള, അതായത് ഈൽഡ് കൂടുതലായിരിക്കും, റെസിസ്റ്റന്റ് പവർ കൂടുതലുള്ള ഒരു പുതിയൊരു നെൽച്ചെടി ഉണ്ടാക്കിയെടുക്കുക. ആ ലക്ഷ്യത്തില് രണ്ട് വ്യത്യസ്ത പ്ലാന്റുകളെ തമ്മിൽ സംയോജിച്ച് പുതിയൊരു വേരിയബിൾ, അതായത് പോപ്പുലേഷനിൽ പുതിയൊരു വേരിയബിൾ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അത് ഹൈബ്രിഡൈസേഷന്റെ ലക്ഷ്യമാണ്. പിന്നെ ആവശ്യമുള്ള പ്രതീകങ്ങളെ ഒരൊറ്റ വ്യക്തിയായിട്ട് സംയോജിക്കുക, ഒരു ഇൻഡിവിജ്വലിൽ നേരത്തെ പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരൊറ്റ പ്ലാന്റിൽ സംയോജിച്ചെടുക്കുക. അത് ഒരു ഹൈബ്രിഡൈസേഷന്റെ ലക്ഷ്യമാണ്. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുക, യൂസ് ചെയ്ത് പ്രയോജനപ്പെടുത്തുക. ഇതുപോലുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യം നിറവേറ്റും. അതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. വിവിധ തരം ഹൈബ്രിഡൈസേഷൻ ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത്? ഒന്നാമത്താണ് ഇൻട്രാ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ. ഇൻട്രാ എന്ന് പറയുന്നത് വിത്തിൻ എന്നാണ്, സെയിം ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് ഇടയിലുള്ള ക്രോസിംഗ് ആണ് ഇൻട്രാ ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാ വെറൈറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റികളെ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ചെടി തന്നെ ഒരേപോലുള്ള രണ്ട് വെറൈറ്റികളെ തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പൊ എന്താണ് വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നെൽച്ചെടി എടുക്കുമ്പം കുറേ നെൽച്ചെടി എടുത്തപ്പം അതിലെല്ലാത്തിനും നല്ല ഈൽഡ് ഉണ്ട്, പക്ഷെ അതിൽ ഒരു ചെടിയിൽ മറ്റു ചെടികളേക്കാൾ കുറച്ചുകൂടെ ഹയർ ഈൽഡ് കാണിക്കുന്നു. അപ്പൊ ഒരു ഒന്നോ രണ്ടോ ക്യാരക്ടറിൽ മറ്റ് ഒരേ സ്വഭാവമുള്ള ചെടികളിൽ നിന്നും വ്യത്യസ്തത കാണിക്കുന്ന പ്ലാന്റുകളാണ് വെറൈറ്റി എന്ന് പറയുന്നത്. നെൽച്ചെടികൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ചെടി ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പൊ അത് ഒന്നോ രണ്ടോ ക്യാരക്ടറിൽ മാറ്റുള്ളൂ, ബാക്കി എല്ലാ ചെടികൾക്കും ഒരുപോലെയാണ്. അങ്ങനെയുള്ള ഒരേ വെറൈറ്റികളെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻട്രാ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ ഇനങ്ങളെ തമ്മിലായിരിക്കും ക്രോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്റർ വെറൈറ്റൽ അല്ലെങ്കിൽ ഇൻട്രാ സ്പെസിഫിക്, ഇന്റർ വെറൈറ്റി നമ്മൾ രണ്ട് വ്യത്യസ്ത വെറൈറ്റികൾ തമ്മിൽ, അതായത് നേരത്തെ പറഞ്ഞ ഒരു ഈൽഡ് ഉള്ള ഒരു വെറൈറ്റിയും ഡിസീസ് റെസിസ്റ്റന്റ് ഉള്ള വെറൈറ്റി.
ഒരേ ഈൽഡ് മാത്രം എടുക്കുന്ന രണ്ട് ചെടികൾ തമ്മിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രാ വെറൈറ്റികൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. എന്നാൽ ഒരു ഈൽഡ് ഉള്ളതും ഡിസീസ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉള്ള രണ്ട് നെൽച്ചെടികൾ എടുക്കുമ്പോൾ രണ്ടും രണ്ട് വെറൈറ്റിയാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത വെറൈറ്റികൾ തമ്മിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇന്റർ വെറൈറ്റി എന്നോ അല്ലെങ്കിൽ ആ രണ്ട് വെറൈറ്റി ആയതുകൊണ്ട് ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയും. കാരണം രണ്ട് വെറൈറ്റിയും ഒരേ ചെടിയാണ്, ഒരേ നെൽച്ചെടി, ഒരേ സ്പീഷീസ് ആണ്. അപ്പൊ ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയുക ഒരേ സ്പീഷീസിനകത്തുള്ള രണ്ട് വ്യത്യസ്ത വെറൈറ്റികൾ തമ്മിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇന്റർ വെറൈറ്റി എന്നോ അല്ലെങ്കിൽ ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. അടുത്തത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർ മീൻസ് ഡിഫറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഡിഫറന്റ് സ്പീഷീസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക. അതായത് രണ്ട് ഡിഫറന്റ് സ്പീഷീസ് ആയിട്ടുള്ള പ്ലാന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അല്ലെങ്കിൽ ഇതിനെ ഇൻട്രാ ജെനറിക് എന്ന് പറയും. ഒരേ ജീനസിനകത്തുള്ള രണ്ട് സ്പീഷീസ്, ഒരേ ജീനസ് ആയതുകൊണ്ട് ഇൻട്രാ ജെനറിക് എന്നും അതിനകത്തുള്ള രണ്ട് വ്യത്യസ്ത സ്പീഷീസ് ആയതുകൊണ്ട് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ പറയാറുണ്ട്. പിന്നെ ഇൻട്രോഗ്രസീവ് ഹൈബ്രിഡൈസേഷൻ, അതായത് ഒരു സ്പീഷീസിൽ നിന്നും ചില ജീനുകളെ മറ്റ് പ്ലാന്റ്സിലോട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഹൈബ്രിഡൈസേഷനെയാണ് ഇൻട്രോഗ്രസീവ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ജീനുകളുടെ കുറച്ചുകൂടെ മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു പ്ലാന്റിലുള്ള കുറച്ച് ജീനുകളെ മറ്റൊരു പ്ലാന്റിലേക്ക് കൈമാറ്റം ചെയ്യുക. അങ്ങനെയുള്ള ജീനുകളുടെ കൈമാറ്റത്തിലേക്ക് രീതിയിലേക്ക് പോകുന്ന ഹൈബ്രിഡൈസേഷനെയാണ് ഇൻട്രോഗ്രസീവ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ ജീനസിലെ വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ വ്യത്യസ്ത ജീനസുകൾ തമ്മിലോ ക്രോസ് നടക്കാറുണ്ട്. ഒരു ജീനസിൽ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സെയിം ജീനസിൽ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരേ ഫാമിലിപ്പെട്ട രണ്ട് ഡിഫറെന്റ് ജീനസുകളെ തമ്മിൽ ക്രോസ് ചെയ്യാം. ഇങ്ങനെയുള്ള ക്രോസിങ്ങിനെ ഡിസ്റ്റന്റ് ഹൈബ്രിഡൈസേഷൻ നിന്ന് ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റിനെ ഡിസ്റ്റന്റ് ക്രോസുകൾ എന്നാണ് അറിയുന്നത്. സങ്കരീകരണ നടപടിക്രമം, അതായത് അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഹൈബ്രിഡൈസേഷന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് പാരന്റ്സ്, മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് മാതാപിതാക്കളുടെ സ്വയം പരാഗണം അല്ലെങ്കിൽ കൃത്രിമ സ്വയം പരാഗണം. അതായത് മാതാപിതാക്കൾ സെലക്ട് ചെയ്ത പ്ലാന്റുകൾ സ്വന്തമായിട്ട് പോളിനേറ്റഡ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി അത് പോളിനേറ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്താണ് ഇമാസ്കുലേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പിന്നെ ബാഗിങ്, പിന്നെ ടാഗിങ്, ക്രോസിങ്, അതായത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന ചെടികളുടെ വിത്തുകൾ കളക്ട് ചെയ്യുക. F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷനിൽ രണ്ട് പ്ലാന്റ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ജനറേഷനിലെ സീഡുകളെ കളക്ട് ചെയ്യുകയും അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക. പിന്നെ അതിൽ നിന്ന് പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കുക. അതാണ് ഇതിന്റെ പ്രൊസീജിയർ, ഹൈബ്രിഡൈസേഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് മാതാപിതാക്കളുടെ തിരഞ്ഞെടുപ്പ്, സെലക്ഷൻ ഓഫ് പാരന്റ്സ്. വ്യത്യസ്ത ഗുണങ്ങളുള്ള, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനെ ആശ്രയിച്ചാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഹൈ ഈൽഡ് ഉള്ളത് നെൽച്ചെടിയെ സെലക്ട് ചെയ്യണം. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൂടുതലുള്ള ഏതെങ്കിലും ക്ലൈമറ്റ് ചെറുക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളെ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, നമുക്ക് അനുകൂലമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഉള്ള ചെടികളെ സെലക്ട് ചെയ്യുക. അതിന് ആ സെലക്ഷനെ ആശ്രയിച്ചായിരിക്കും ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ അല്ലെ മാതാപിതാക്കൾക്ക് അനുയോജ്യമായ സസ്യങ്ങൾ നമ്മളുടെ പ്രദേശങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും തിരഞ്ഞെടുക്കുന്നത്. ആ പ്രദേശങ്ങൾ വളരുന്ന നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് ഏറ്റവും പൊരുത്തപ്പെടാൻ കഴിയുന്ന, ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ആ പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യും. മാതാപിതാക്കളുടെ സ്വയം പരാഗണം അല്ലെങ്കിൽ കൃത്രിമ സ്വയം പരാഗണം. നമുക്ക് അഭികാമ്യമല്ലാത്ത സ്വഭാവ സവിശേഷതകൾ ഇല്ലാതാക്കാനും സന്താനങ്ങൾ ലഭിക്കുന്നതിനും ഹോമോസൈഗസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ പോളിനേഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യണം. അത് സ്വയം ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ സ്വന്തമായിട്ട് അത് സെൽഫ് പോളിനേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രോസ് പോളിനേഷൻ നടത്താറുണ്ട്. ഇത് നടത്തുന്ന വെച്ചാൽ അതിലൂടെ നമുക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ക്യാരക്ടേഴ്സിന് മാത്രം ഒരു പ്ലാന്റിലേക്ക് എത്തിക്കാനും പിന്നെ ആവശ്യമില്ലാത്ത ചെടികളെ ഒഴിവാക്കാൻ. ഇപ്പൊ രണ്ട് ക്യാരക്ടറുള്ള ചെടിയെ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ക്യാരക്ടറുകൾ ഒരുമിച്ച് ഒരു ചെടിയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ തലമുറകൾ, വർഷങ്ങളോളം ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിലൂടെ ആ ഒരു ക്യാരക്ടർ എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാറാതെ, അത് കൈമാറ്റം വരാതെ അതേ ക്യാരക്ടർ തലമുറകളോളം വ്യാപിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പുതിയ വെറൈറ്റി ആയിട്ട് വിപണിയിൽ ഇറക്കത്തുള്ളൂ. ആ ഒരു കണ്ടീഷൻ ഹോമോസൈഗസിറ്റി ഉണ്ട്. അതായത് ജീനുകൾക്ക് മാറ്റമില്ലാതെ ഒരേ ക്യാരക്ടർ തുടർന്ന് പോകുക, തലമുറകളോളം തുടർന്ന് പോകുന്നതിനാണ് ഹോമോസൈഗസിറ്റി എന്ന് പറയുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്താണ്? നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ, രണ്ട് പ്ലാന്റുകൾ മാതാപിതാക്കളോട് സെലക്ട് ചെയ്യുന്നത് ഒരു രണ്ട് ഡിഫറെന്റ് പ്ലാന്റുകളായിരിക്കും. രണ്ടും ചിലപ്പോൾ ബൈസെക്ഷൽ ആയിരിക്കും. ഇതിൽ മെയിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിന് പോളൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് സ്വന്തമായിട്ട് വളർന്നിട്ട് ഒരു പ്രശ്നമില്ല, അതിന്റെ പോളൻ മാത്രം നമുക്ക് മതിയാവും.
എന്നാൽ നമ്മൾ ഫീമെയിലായിട്ട് എടുക്കുന്ന പ്ലാന്റിന്റെ പ്രത്യേകത അതിന്റെ സ്റ്റിഗ്മയിലായിരിക്കുന്ന ഈ പോളൻ ഗ്രെയിൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഓൾറെഡി അത് ബൈസെക്ഷൽ ആണെങ്കിൽ അവിടെയും പോളൻ ഗ്രെയിൻസ് ഉണ്ട്. സെൽഫ് പൊളിഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രോസിംഗ് നടക്കണമെന്നില്ല, ക്യാരക്ടർ മാറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവർ വിരിയുന്നതിന് തൊട്ട് മുമ്പായി തലേ ദിവസം അതിനകത്തുള്ള ആൺട്രീഷത്തിന് റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എമാസ്കുലേഷൻ പറയുന്നത്. അതായത് കേസരങ്ങളെല്ലാം തന്നെ റിമൂവ് ആക്കുക. അത് കത്രിക കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷീൻസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ അതിനകത്തുള്ള ആൺട്രീഷത്തിന് മൊത്തം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, കേസരങ്ങളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. സാധാരണ ബൈസെക്ഷൽ ഇമാസ്കുലേഷന്റെ ആവശ്യമുണ്ട്, എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവറിന് അതിന്റെ ആവശ്യമുണ്ട്. നമ്മൾ എടുക്കുന്ന പ്ലാന്റുകൾ യൂണിസെക്ഷൻ ആണെങ്കിൽ ഒരെണ്ണം കറക്റ്റ് ഫീമെയിലും ഒരെണ്ണം മെയിലും ആണെങ്കിൽ ആ ഫീമെയിൽ പ്ലാന്റിന്റെ പ്രത്യേകത അതിനകത്ത് ഫീമെയിൽ ഫ്ലവറേ ഉള്ളൂ, അതിനകത്ത് ഗൈനീഷ്യം മാത്രമല്ല, ആൺട്രീഷ്യം ഇല്ലല്ലോ. അപ്പൊ ഏകലിംഗ പുഷ്പങ്ങൾ, അതായത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ അത്തരം ചെടികളിൽ ഇമാസ്കുലേഷന്റെ ആവശ്യം വരുന്നില്ല. ബൈസെക്ഷൽ ദ്വിലിംഗ അല്ലെങ്കിൽ ഉഭയലിംഗ ചെടികളിലാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. ഇനി വിവിധ തരം ഇമാസ്കുലേഷൻ. ഒന്നാമത്തെ ടൈപ്പാണ് കൈകൊണ്ട് ഉള്ള ഇമാസ്കുലേഷൻ അല്ലെങ്കിൽ ഫോർസെപ്സ് അല്ലെങ്കിൽ കത്രിക കൊണ്ടുള്ള രീതി. സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ നമ്മൾ പൂവിനെ കെയർഫുള്ളി ഓപ്പൺ ചെയ്യുന്നു, അതിനകത്തുള്ള ആന്തറകളെ കൈ കൊണ്ടെടുത്ത് കളയുക, അല്ലെങ്കിൽ കത്രികയോ ഫോർസെപ്സ് കൊണ്ട് പതുക്കെ അതിന്റെ ഓരോ ആന്തറകളും കറക്റ്റ് എണ്ണി തന്നെ എടുത്ത് കളയുക. 10 ഉണ്ടെങ്കിൽ 10 റിമൂവ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത മെത്തേഡാണ് ചൂടുവെള്ള ചികിത്സ. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെടികൾ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത, തുറന്നു നോക്കാൻ പറ്റാത്ത കുഞ്ഞു പൂക്കൾ ഉണ്ടാവും. അത്തരം പൂക്കളിലെ കേസരങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിക്കവാറും ഹെർമാഫ്രോഡൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈസെക്ഷൽ ആണ് കേട്ടോ. ഹെർമാഫ്രോഡൈറ്റ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ബൈസെക്ഷൽ തന്നെയാണ്. ബൈസെക്ഷന്റെ മറ്റൊരു വാക്കാണ് ഹെർമാഫ്രോഡൈറ്റ്. ഇത്തരം പൂക്കളെ കുറച്ച് നേരത്തെ 10 മിനിറ്റത്തേക്ക് ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കും. അപ്പോൾ ഈ ചൂടേറ്റ് അതിന്റെ കേസരങ്ങൾ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഗൈനീഷ്യം കേടുവരാനുള്ള ചാൻസ് കൂടുതലുമാണ്. ബജ്ര, ജോവർ തുടങ്ങിയ ചെടികളാണ് കൂടുതൽ ചെയ്യുന്നത്. അടുത്തത് തണുത്ത ജല ചികിത്സ. നേരത്തെ ചൂടുവെള്ളം കൊണ്ട് ചെയ്തതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുറച്ചുകൂടെ തണുപ്പുള്ള ഒരു 0 to 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നേരത്തെ രീതിയിലുള്ള തണുത്ത വെള്ളത്തിൽ ചെയ്യാറുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് കേസരങ്ങളുടെ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടി. പക്ഷേ ഗൈനീഷ്യത്തിന് കേടുവരാനുള്ള ചാൻസ് ഇവിടെ വളരെ കുറവാണ്, പക്ഷേ ഫലപ്രദമല്ല. തണുത്തതായതുകൊണ്ട് തന്നെ എല്ലാ ആൺട്രീഷ്യവും കേസരങ്ങളും ഇനാക്റ്റീവ് ആകുമെന്നോ നശിച്ചു പോകുമെന്നോ റിമൂവ് ചെയ്യുമെന്നോ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അടുത്താണ് ആൽക്കഹോൾ മെത്തേഡ് ചികിത്സാ രീതി. അതായത് ഇതിന്റെ ദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കാലയളവ് കുറഞ്ഞ ചെടികളിലും ആ ഒരു രീതിയിൽ മാത്രമേ ആൽക്കഹോൾ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപിടം കേടാവാനുള്ള ചാൻസ് കൂടുതൽ. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗൈനീഷ്യം ഉൾപ്പെടെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് സാധാരണ ഇതിൽ ഉപയോഗിക്കാറില്ല. പൂക്കളോ അല്ലെങ്കിൽ പൂങ്കുലകളോ അനുയോജ്യമായ സാന്ദ്രതയിലുള്ള ആൽക്കഹോളിൽ ചില അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ആ പൂക്കളെ അല്ലെങ്കിൽ പൂങ്കുലകളെ ഈ ഒരു ആൽക്കഹോൾ മെത്തേഡിൽ ഡിപ്പ് ചെയ്തിട്ട് കേസരങ്ങൾ ഇനാക്റ്റീവ് ആക്കാറുള്ളൂ. 10 സെക്കൻഡ് ഒക്കെ ആയിരിക്കും ഇത് കൂടുതലും ട്രീറ്റ്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്നത്. 57% ആൽക്കഹോൾ പോലുള്ള പദാർത്ഥങ്ങളിലായിരിക്കും ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് അത്ര ഫലപ്രദമല്ല സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡും അല്ല. അടുത്താണ് സക്ഷൻ രീതി. സക്ഷൻ രീതി ഒരു ഉയർന്ന മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ആ മർദ്ദം കൊടുത്ത് അതിനകത്തുള്ള കേസരങ്ങളെ ഇനാക്റ്റീവ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് പൊട്ടിച്ച് കളയുന്ന രീതിയാണ് സക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പരാഗരേണുകളെ മാത്രം വലിച്ചെടുക്കുക. വലിച്ചെടുക്കുക, മർദ്ദം ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന രീതിയായിരിക്കും. ജനിപിടം പോലുള്ള മറ്റു ഭാഗങ്ങൾ കേടുകൂടായിരിക്കുകയും ചെയ്യും. എന്നാൽ ജനിപിടം കേട വരാതെ ഇരിക്കുകയും ചെയ്യും. ആൻഡ്രീഷൻ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അത് മാത്രം മർദ്ദം ഉപയോഗിച്ച് വലിച്ചെടുക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. 10 മുതൽ 15% വരെ സ്വയം പരാഗണം നടക്കാനുള്ള ചാൻസ് കൂടുതലുമാണ്. കാരണം മർദ്ദം ഉപയോഗിച്ച് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ എല്ലാ ആന്തരകളും റിമൂവ് ആണ് നിർബന്ധമല്ല. കുറച്ച് സെൽഫ് നടക്കുന്ന ചാൻസ് കൂടുതലാണ്. അതൊരു ഇതിന്റെ ഒരു പോരായ്മ തന്നെയാണ്. അടുത്താണ് പുരുഷ വന്ധ്യത അഥവാ മെയിൽ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ സ്വയം പൊരുത്തക്കേട് രീതി അല്ലെങ്കിൽ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഓൾറെഡി പല പൂക്കളിലും മെയിൽ സ്റ്റെറിലിറ്റി ഉള്ള പൂക്കളായിരിക്കും. അതായത് ആ പൂവിൻ്റെ അകത്തുള്ള ആൻഡ്രീഷ്യം സ്റ്റേമനുകൾ അല്ലെങ്കിൽ കേസരങ്ങൾ സ്റ്റെറൈലായിരിക്കും, കഴിവില്ലാത്ത വന്ധ്യത ബാധിച്ചതായിരിക്കും. അവർക്ക് ആ പോളൻ ഗ്രെയിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ അത്തരം ചെടികൾ ഇമാസ്കുലേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അത്തരം ചെടികളെ സെലക്ട് ചെയ്തെടുക്കുക, അതൊരു മെത്തേഡാണ്. ഒരു മെയിൽ സ്റ്റെറിൽ അല്ലെങ്കിൽ ആ മെയിൽ സ്റ്റെറിൽ നമ്മൾ വരുത്തിച്ചുക, മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ അതിനെ സ്റ്റെറൈൽ ആക്കുന്ന മെത്തേഡ്. ഓൾറെഡി സ്റ്റെറൈൽ ആണെങ്കിൽ പിന്നെ ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, സ്വന്തം ചെടിയുടെ പോളകളിൽ അതിൽ തന്നെ വീണാനുള്ള ജെർമിനേറ്റ് ചെയ്യാത്ത അവസ്ഥ. പുകയില ചെടികളുടെ ചെടികളിൽ അതേ ചെടിയുടെ പോളങ്ങളിൽ അതിലെ സ്റ്റിഗ്മയിൽ വീണ ഒരിക്കലും ജെർമിനേറ്റ് ചെയ്യും. സെയിം ജീനുകളാണെങ്കിൽ ഒരിക്കലും, സെയിം ജീനോടൈപ്പുകളാണെങ്കിൽ ഒരിക്കലും ജെർമിനേറ്റ് ചെയ്യില്ല. മറ്റൊരു ചെടിയിൽ മാത്രമേ ഇതിൽ ജെർമിനേറ്റ് ചെയ്യൂ.
അങ്ങനെയുള്ള സ്വന്തമായിട്ട് തന്നെ സ്വന്തം പോളഗ്രെയിനെ പ്രിവെന്റ് ചെയ്യുന്ന ജെർമിനേറ്റ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്ന മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഇങ്ങനെയുള്ള ചെടികളെ സെലക്ട് ചെയ്യുന്നത് വഴി റിമാസ്കുലേഷൻ കുറയ്ക്കാനും പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്താണ് കെമിക്കൽ ഗാമിറ്റോസൈറ്റുകൾ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് മെയിൽ സ്റ്റെറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞത് ഒരു പൂവിന്റെ അകത്തുള്ള ആൻഡ്രഷനെ സ്റ്റെറൈലാക്കാൻ വന്ധ്യത വരുത്താൻ വേണ്ടി ചില കെമിക്കൽസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ 2,4-D, 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് പോലുള്ളവ, അല്ലെങ്കിൽ നാപ്തലിൻ അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ മാലിക് ഹൈഡ്രാസൈഡ്, അല്ലെങ്കിൽ ട്രൈ ബെൻസോയിക് ആസിഡ് തുടങ്ങിയ കെമിക്കൽസ് ഉപയോഗിച്ചാൽ മെയിൽ സ്റ്റെറിലിറ്റി വരുത്താൻ പറ്റും. പരുത്തിയിൽ FW450 പോലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഇതുപോലെ മെയിൽ സ്റ്റെറിലിറ്റി പുരുഷ ബന്ധത ഉണ്ടാക്കിയെടുക്കാം. ഇമാസ്കുലേഷൻ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ടെക്നിക്കാണ് ബാഗിങ് എന്ന്. എന്തിനാണ് ബാഗിങ് ചെയ്യുന്നത്? ഒരു പൂ ഇമാസ്കുലേഷൻ ചെയ്ത് നമ്മൾ അങ്ങനെ തുറന്നു വെച്ചിട്ട് പോയാൽ പിറ്റേ ദിവസം പൂ വിരിയുമ്പോൾ നമ്മൾ പോളിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേറെ ഏതെങ്കിലും പോളൻ വന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാം വർഷം നടന്നാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഫെയിലിയർ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ, അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിന്റെ സങ്കലനം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പേപ്പർ ബാഗ് കൊണ്ടോ പോളിത്തീൻ കവർ കൊണ്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കൊണ്ടോ കവർ ചെയ്ത് വയ്ക്കും. ഇനി ചില ചെടികളുടെ പ്രത്യേകിച്ച് പൂങ്കിലെ മൊത്തത്തിലായിരിക്കും കവറിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ചെയ്ത വലിയ പൂക്കളാണെങ്കിൽ ആ വലിയ പൂവ് ചെയ്ത പൂ മാത്രം ഒരു കവറിൽ അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും പേപ്പർ ബാഗോ കവർ പോളിത്തീൻ കവറോ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കും. ബാഗ് ചെയ്യുന്നത് കെട്ടി വെക്കുക, നൂലുകൊണ്ട് കെട്ടി വെക്കുകയിൽ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നത് ബൈസെക്ഷൽ ഫ്ലവറിന്റെ പ്രത്യേകത ഇമാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് ചെയ്യും. യൂണിസെക്ഷൽ ആണെങ്കിൽ ഇമാസ്കുലേഷൻ ചെയ്തതിന് മുമ്പ് തന്നെ ബാഗ് ചെയ്യും. കാരണം ഇമാസ്കുലേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം പരാഗ കേസങ്ങളുടെ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി ഡെഹിസൻസും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെയ്യും. ചില ചെടികളിലെ സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് കവർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോളൻ ഗ്രെയിൻ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൽ പ്ലാന്റിനും നമ്മൾ കവർ ചെയ്തിരിക്കും, കാരണം അതിന്റെ പോളൻ ഗ്രെയിനിന്റെ കഴിവ് നഷ്ടപ്പെടാതിരിക്കാനും അതിന് വേണ്ടിയിട്ടും അതും ബാഗ് ചെയ്ത്. അപ്പൊ പ്രത്യേകം പൂക്കളെ ആൺപൂവിനെയും പെൺപൂവിനെയും ബാഗിൽ ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഒന്നുകിൽ ആൺപൂവിന്റെ ഇൻഫെക്ഷൻ വരാതിരിക്കാനും അതിന്റെ പോളൻ ഗ്രെയിൻ ഡാമേജ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആൺപൂക്കളെയും പെൺപൂക്കളെയും സെപ്പറേറ്റ് ബാഗിൽ ചെയ്യുന്നത്. എന്തായാലും യൂണിസെക്ഷൽ ആയാലും ബൈസെക്ഷൽ ആയാലും ബാഗ് നിർബന്ധമാണ്. ബൈസെക്ഷൽ ആകുമ്പോൾ ഇമാസ്കുലേഷൻ ചെയ്ത ഉടനെ ബാഗ് ചെയ്യണം. യൂണിസെക്ഷൽ ആകുമ്പോൾ ഇമാസ്കുലേഷൻ വരുന്നത് എങ്കിലും അത് സെപ്പറേറ്റ് ബാഗ് ചെയ്തില്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവറിലോട്ട് വേറെ ഏതെങ്കിലും പോളൻ ഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. മെയിൽ ഫ്ലവറിൽ ഇൻഫെക്ഷൻ വന്ന് ഈ പോളൻ ഗ്രെയിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്താണ് ടാഗിങ്. ഇമാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടാഗിങ് എന്ന് പറയുന്നത്. ടാഗിങ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇമാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇമാസ്കുലേറ്റ് ചെയ്ത ഡേറ്റ്, എന്നാണ് ആ പൂ ആദ്യമായിട്ട് വിരിഞ്ഞത്, അതിന്റെ ഫീൽഡ് നമ്പർ, പിന്നെ നമ്മൾ എടുക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെ തമ്മിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പൊ ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ ആദ്യം എഴുതും, ഒരു ഇൻഡു മാർക്കിട്ട് ഏതെന്നാണ് പോളൻ ഗ്രെയിൻ എടുത്തത്, അത് മെയിൽ പ്ലാന്റുടെ കണക്ക്, അവരുടെ പേര് ഒക്കെ അതിനകത്ത് ആ ടാഗിൽ ഒരു വൃത്താകൃതിയിലുള്ള പേപ്പറിലോ അല്ലെങ്കിൽ റെക്ടാങ്കിളുള്ള പേപ്പറിലോ നൂല് വെച്ച് അതിനകത്ത് ടാഗ് ചെയ്ത് വെച്ചു. ഏത് പൂ, കാരണം ഒരു ചെറിയ ഒരുപാട് പൂക്കളുണ്ടായിരിക്കും, അതിൽ എല്ലാത്തിലും നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പൂവിന് ബാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ടാഗിങ് നിർബന്ധമായിരിക്കും. അടുത്തത് ക്രോസിംഗ്. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്. അതായത് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പൂ വിരിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൽ പ്ലാന്റ് പോളനെ കൊണ്ട് നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മിക്കവാറും കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നീഡിൽ കൊണ്ടൊക്കെ ചെയ്യും. ചില ചെടികളിലാണെങ്കിൽ പെട്രി ഡിഷിൽ കളക്ട് ചെയ്തിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേപ്പറിൽ എടുക്കാം, ക്യാമൽ ഹെയർ ബ്രഷിൽ എടുക്കാം, പേപ്പർ കഷ്ണം അല്ലെങ്കിൽ ടൂത്ത് പിക്ക് പോലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോളൻ ഗ്രെയിനെ സ്റ്റിഗ്മയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്. ചില ചെടികളിലാണെങ്കിൽ മെയിൽ പാരന്റിന്റെയും ഫീമെയിൽ പാരന്റിന്റെയും പൂക്കൾ സെപ്പറേറ്റ് ആണെങ്കിൽ അത് ഒറ്റ ബാഗിനകത്ത് കവർ ചെയ്യും. കാരണം രണ്ട് പൂക്കളാണെങ്കിൽ ഒറ്റ ബാഗിൽ അത് കോണ്ടാക്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകളുടെ പൂക്കളെ തമ്മിൽ ഒറ്റ ബാഗിലാക്കി വെക്കും. അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തോളും, നമ്മൾ ഉദ്ദേശിക്കുന്ന പൂക്കൾ മാത്രം എന്ത് ചെയ്യും, ക്രോസ് പോളിനേഷൻ നടക്കുന്ന ചാൻസ് കൂടുതലാണ്. അത് ജോവർ ബജ്ര പോലുള്ള ചെടികൾ അങ്ങനെ ചെയ്യാറ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകൾ അടുത്തടുത്ത് നടക്കുകയും അവയുടെ ഏതാ തമ്മിലാണ് ക്രോസ് ആവേണ്ട ആ പൂക്കളെ മാത്രം ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്യുന്നു, ഒരു ബാഗിലാക്കി വെക്കും. ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നു, സീഡ്സ് ഉണ്ടാവും. ഈ സീഡുകളാണ് F1 ജനറേഷൻ, ആദ്യത്തെ ജനറേഷൻ സീഡുകളായിരിക്കും. ഇതിനെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് സ്യൂട്ടബിൾ സീസൺ ആകുമ്പോൾ ഈ സീഡുകളെ ജെർമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എടുക്കും. മിക്കവാറും യഥാർത്ഥ ടാഗിംഗ് എന്നുള്ള സീഡുകൾ മാത്രമേ എടുക്കാറുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം
നമ്മൾ എമാസ്കുലേഷൻ ചെയ്ത ടാഗ് ചെയ്ത ഫ്ലവറിലെ ഫ്രൂട്ടിന്റെ സീഡുകൾ മാത്രം എടുക്കൂ. ബാക്കിയുള്ള നമ്മളിതൊന്നും ചെയ്യാത്ത സീഡുകളെ കളക്ട് ചെയ്യില്ല. അതിനകത്ത് വേറെയും സീഡുകൾ ഉണ്ടാവും. നമ്മൾ ഈ ബാഗ് ചെയ്ത ടാഗ് ചെയ്തിരിക്കുന്ന ഫ്ലവറിലെ അത് ഫ്രൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ സീഡുകൾ മാത്രമേ കളക്ട് ചെയ്യൂ. അതാണ് F1 ജനറേഷൻ. പിന്നീട് ഇതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സീസണിൽ സയന്റിസ്റ്റ് വളർത്തി അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യുന്നത്, പുതിയ തലമുറയെ വളർത്തി നോക്കും. അതാണ് F1 ജനറേഷനെ വളർത്തിയെടുക്കുന്നത്. ഇങ്ങനെ F1 ജനറേഷൻ ഉണ്ടാകുന്ന സന്തതികൾ ക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കര ഇനങ്ങളായിരിക്കും. രണ്ട് ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്ത സന്തതികളായിരിക്കും F1 ജനറേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടികളിലെ ഹൈബ്രിഡൈസേഷൻ രീതി എന്താണ്? അപ്പം സാധാരണ ഹൈബ്രിഡൈസേഷന്റെ ജനറൽ മെത്തേഡാണ് പറഞ്ഞത്. ഇനി സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടികളിലും ക്രോസ് പോളിനേഷൻ നടക്കുന്ന ചെടികളിലും എങ്ങനെയാണ് ഇത് നടക്കുന്നത് സെപ്പറേറ്റ് നോക്കാം. സെൽഫ് പോളിനേഷൻ നടന്ന ചെടികളുടെ പ്രത്യേകത സ്വയം വളപ്രയോഗം, ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന പ്ലാന്റുകളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സെൽഫ് പോളിനേഷൻ നടന്ന ചെടികളിൽ വിളകളെ തിരഞ്ഞെടുക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ചെയ്യുന്നത് അത് ഒന്നുകിൽ പെഡിഗ്രി രീതിയിലോ അല്ലെങ്കിൽ ബൾക്ക് രീതിയിലോ അല്ലെങ്കിൽ ഒറ്റ വിത്ത് ഇറക്കുന്ന രീതിയിലോ ബാക്ക് ക്രോസ് മെത്തേഡിലോ മൾട്ടിപ്പിൾ ക്രോസ് മെത്തേഡിലായിരിക്കും ഈ രീതികൾ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ രീതിയാണ് സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റുകളുടെ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിന്റെ ഒന്നാമത്തെ രീതിയാണ് പെഡിഗ്രി രീതി എന്ന് പറയുന്നത്. പെഡിഗ്രി എന്താണെന്ന് നമുക്കറിയാം. ഒരു കൂട്ടം ജീവജാലങ്ങളുടെ വംശ തലമുറകളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. അതായത് അവയുടെ തലമുറകളുടെ ജനിതക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ സ്വഭാവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. ഇങ്ങനെ പെഡിഗ്രി മെത്തേഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് മാത്രം ഓരോ തലമുറ കഴിയുന്നവർ കൈമാറ്റം ചെയ്ത് അത് ഹോമോസൈഗസ് കണ്ടീഷനിലൂടെ ആ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് പെഡിഗ്രി രീതി എന്ന് പറയുന്നത്. ഇത് സ്വയം പരാഗണം നടന്ന ചെടികളിൽ ചെയ്യാൻ കഴിയും. അതായത് സ്വയം പരാഗണം നടന്ന ചെടികൾ, സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സിലെ ചെടികളെ സെലക്ട് ചെയ്ത് ഏകദേശം 10 ജനറേഷൻ വരെ എടുക്കും. അപ്പൊ ഈ രീതിയിൽ എത്ര ജനറേഷൻ കഴിഞ്ഞാലും ക്യാരക്ടർ മാറുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ എത്ര ജനറേഷൻ കഴിഞ്ഞാലും എത്ര സീഡ് ജെർമിനേറ്റ് ചെയ്ത് നിന്നാലും ആ ക്യാരക്ടർ മാറാതെ തന്നെ നിലനിർത്തുന്നെങ്കിൽ ആ തരം രീതിയാണ് പെഡിഗ്രി രീതി എന്ന് പറയുന്നത്. F2 തലമുറ മുതലാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. രണ്ടാമത്തെ രീതിയാണ് ബൾക്ക് രീതി എന്ന് പറയുന്നത്. ബൾക്ക് രീതി എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് പ്ലാന്റുകൾ നൽകുക, അത് മാസ്സായിട്ട് നടത്തുന്നത് തന്നെ മാസ് രീതി എന്നും മാസ് പോപ്പുലേഷൻ രീതി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെടികളെ കൂട്ടമായിട്ട് നൽകും. ചില ക്യാരക്ടേഴ്സ് ഉള്ള ചെടികൾ മൊത്തത്തിൽ എടുത്തു നിർത്തുന്നത്. അപ്പൊ മൊത്തത്തിൽ അവിടെ പോളിനേഷൻ നടക്കാൻ വേണ്ടി അവിടെ സെൽഫ് പോളിനേഷൻ നടന്നുള്ളൂ. അത് ബൾക്കായിട്ട് നടന്നു. അതിൽ നിന്ന് കുറച്ച് സീഡുകളെ സെലക്ട് ചെയ്യും. F1 സീഡുകൾ അത് വീണ്ടും ബൾക്കായിട്ട് നടന്നു. ഇങ്ങനെ 5 തലമുറ വരെ ഓരോ തലമുറ കഴിയുന്തോറും അപ്പൊ F1 കിട്ടിയ സീഡുകളെ ജെർമിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തോടെ ജെർമിനേറ്റ് ചെയ്യുന്ന നടന്നു. അതിൽ നിന്ന് വീണ്ടും അടുത്ത F2 തലമുറയുടെ സീഡ് എടുക്കുന്നു, അതിനെ ജെർമിനേറ്റ് ചെയ്യുന്നു, വീണ്ടും ബൾക്കായിട്ട് നടന്നു. അങ്ങനെ 5 തലമുറകൾ വരെ സെലക്ഷൻ ഇല്ലാതെ ബൾക്കായിട്ട് ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് ഇതിന്റെ ബൾക്ക് രീതി എന്ന് പറയുന്നത്. സ്വീഡനിലെ നിൽസൺ യൂളൻ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ രീതി കൊണ്ടുവന്നത് കേട്ടോ. അന്ന് മുതൽ ഇപ്പോഴും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. 5ാമത്തെ ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സെലക്ഷൻ നടത്തും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് 10-12 ജനറേഷൻ വരെ വളർത്തി നോക്കുകയും അതിൽ നിന്ന് ബെറ്റർ ക്വാളിറ്റിയുള്ള പ്ലാന്റുകളെ സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യും. ഈ രീതിയാണ് ബൾക്ക് രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പെഡിഗ്രി രീതി വ്യത്യാസം. പെഡിഗ്രി രീതി ഓരോ ജനറേഷനിൽ നമ്മൾ സെലക്ട് ചെയ്താണ് പോകുന്നത്. ഇവിടെ 5 തലമുറ വരെ എന്ത് ചെയ്യുന്നില്ല, സെലക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. 5ാമത്തെ തലമുറയ്ക്ക് ശേഷമാണ് സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. അതുവരെ ബൾക്കായിട്ട് നൽകുന്ന രീതിയാണ് ബൾക്ക് രീതി. ഒറ്റ വ്യക്തി ഇറക്ക രീതിയിൽ സിംഗിൾ സീഡ് ഡിസൈൻ മെത്തേഡ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ കുറെ സീഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒരു സീഡ് സെലക്ട് നട്ടുന്നു. ഈ പ്ലാന്റിനെ വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തും. അതിൽ നിന്ന് കുറെ സീഡുകൾ കിട്ടും, അതിൽ ഒരു സീഡ് സെലക്ട് ചെയ്യും, നട്ടു നോക്കും. ഇങ്ങനെ ഓരോ സീഡ് മാത്രം ഇറക്കി വളർത്തി സെലക്ട് ചെയ്ത് ഒരു 10 ജനറേഷനുകൾ സെലക്ട് ചെയ്ത് നമ്മുടെ ക്വാളിറ്റിയുള്ള പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് സിംഗിൾ സീഡ് ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കൂൾഡൻ എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. അടുത്താണ് ബാക്ക് ക്രോസ് മെത്തേഡ്. ബാക്ക് ക്രോസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫ് പോളിനേഷനുള്ള പ്ലാന്റുകളിലും ക്രോസ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റുകളിലും ഈ 2 രീതി ഉപയോഗിക്കാൻ കഴിയും. ഇത് ആദ്യമായിട്ട് ഹർലാൻ ആൻഡ് പോപ്പ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. ഇനി എന്താണ് ബാക്ക് ക്രോസ്? ഇപ്പൊ മെന്റൽ എക്സ്പെരിമെന്റ് ഓർത്ത് നോക്കാം. പൊക്കമുള്ള പയർ ചെടിയെ പൊക്കം കുറഞ്ഞ ചെടിയുമായിട്ട് ക്രോസ് ചെയ്തു. ആദ്യമുണ്ടായ ജനറേഷൻ എല്ലാം പൊക്കമുള്ളതായിരുന്നു, പക്ഷെ അത് ഹെട്രോസൈഗസ് അല്ലായിരുന്നു. പിന്നീട് ഈ കിട്ടിയ F1 ജനറേഷണൽ പ്ലാന്റിനെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് തിരിച്ച് ക്രോസ് ചെയ്യാം, പൊക്കമുള്ളതോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞതോ. ഇതിൽ പൊക്കമുള്ളത് പ്രകട സ്വഭാവമുള്ള ഡോമിനന്റ് പ്ലാന്റ് ആയിരിക്കും. പൊക്കം കുറഞ്ഞത് ഗുപ്ത ഗുണമുള്ള അതായത് റിസസീവ് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളായിരിക്കും. ഇതിൽ ഏതുമായിട്ട് തിരിച്ച് ക്രോസ് ചെയ്താലും F1നെ
പൊക്കമുള്ള ടോളുമായിട്ടോ അല്ലെങ്കിൽ ഡോഫുമായിട്ടോ ക്രോസ് ചെയ്യുന്നത്. എങ്ങനെ തിരിച്ച് ക്രോസ് ചെയ്താലും ഏത് പാരന്റോട് ക്രോസ് ചെയ്താലും ബാക്ക് ക്രോസ് എന്ന് പറയും. ഇതില് റെസസീവ് ഗുപ്ത ഗുണമുള്ള പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രോസിന്റെ പ്രത്യേകത അൺനോൺ ആയിട്ടുള്ള ഒരു ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ടെസ്റ്റ് ക്രോസ് കൊണ്ടുപറ്റും. ഇപ്പൊ F1 ജനറേഷനിൽ ഒരു പ്ലാന്റ് കിട്ടി, അതിന്റെ ജീനോടൈപ്പ് അറിയില്ല, അത് ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അതിനെ റെസസീവ് പാരന്റ്, ഗുപ്ത ഗുണമുള്ള റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ജനറേഷൻ കിട്ടുന്ന സീഡുകളെല്ലാം 1:1 ക്യാരക്ടർ ആയിരിക്കും. ആ രണ്ട് സ്വഭാവവും കാണിക്കും. ആ രണ്ട് സ്വഭാവം കാണിക്കുന്നെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് മിക്സിംഗ് ആണ് ഹെട്രോസൈഗസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അൺനോൺ പ്ലാന്റിന്റെ എന്താണ് ജീനോടൈപ്പ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ബാക്ക് ക്രോസിലുള്ള ടെസ്റ്റ് ക്രോസ്. അത് റെസസീവ് പാരന്റോട് ക്രോസ് ചെയ്താൽ മാത്രമേ ടെസ്റ്റ് ക്രോസ് എന്ന് പറയൂ. ഡോമിനന്റ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ ബാക്ക് ക്രോസ് എന്ന് മാത്രമേ പറയൂ. ഇങ്ങനെ ബാക്ക് ക്രോസ് ചെയ്ത് ഓരോ തലമുറകളിൽ നിന്നും ഓരോ പ്ലാന്റുകളെ സെലക്ട് ചെയ്ത് വീണ്ടും F1 കിട്ടിയ ഒരു ചെടിയെ പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും. അത് ഡോമിനന്റുമായിട്ട് ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ റെസസീവായിട്ട് ക്രോസ് ചെയ്യും. അടുത്ത ജനറേഷനിലുള്ള പ്ലാന്റിനെ വീണ്ടും സെയിം പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും. ഇങ്ങനെ ഓരോ തലമുറകളിൽ നിന്നുള്ള സന്താനങ്ങളെ വീണ്ടും പാരന്റുമായിട്ട് തിരിച്ച് ക്രോസ് ചെയ്യുന്ന ടെക്നിക്കിനാണ് ബാക്ക് ക്രോസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് കൂടുതലും ചെയ്യുന്നത് രോഗം, മഞ്ഞ് അല്ലെങ്കിൽ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റുകളെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിന് വേണ്ടിയിട്ടാണ് ചില ക്യാരക്ടേഴ്സ്. ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ ശേഷി കൂടുതൽ ഉള്ള ചെടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതി കൂടുതലും ചെയ്യുന്നത്. അടുത്തതാണ് മൾട്ടിപ്പിൾ ക്രോസിംഗ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻബ്രെഡ് സ്വയം പരാഗണം നടത്തുന്ന ചെടിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ചെടിയെ സെലക്ട് ചെയ്യും. അങ്ങനെ കുറെ ചെടികളെ സെലക്ട് ചെയ്യും. ആദ്യത്തെ 2 പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്യും, പിന്നെ അടുത്ത 2 പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്യും. അങ്ങനെ പ്യുവർ ലൈൻസ് ഉള്ള പല പ്ലാന്റുകളെ ഈ 2 വെച്ച് ക്രോസ് ചെയ്യുന്ന മെത്തേഡ്. ചിത്രം നോക്കുക, എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്ത് AB, സിയും ഡിയും തമ്മിൽ ക്രോസ് ചെയ്തു. അങ്ങനെ EFും GH അങ്ങനെ ക്രോസ് ചെയ്ത് ഫസ്റ്റ് ജനറേഷനിലെ 4 പ്രോഡക്റ്റ് കിട്ടും. വീണ്ടും അവയെ തമ്മിൽ, ആ പ്രോഡക്റ്റുകൾ തമ്മിൽ വീണ്ടും ക്രോസ് ചെയ്യും. ABയും CDയും തമ്മിൽ ക്രോസ് ചെയ്തു, ABCD ഉണ്ടാക്കി. EFും GHും തമ്മിൽ ക്രോസ് ചെയ്ത് അടുത്ത പ്ലാന്റ് ഉണ്ടാക്കി. ഇപ്പോൾ കിട്ടിയ 2 പ്രോഡക്റ്റ് തമ്മിൽ വീണ്ടും ക്രോസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നിരവധി പ്യുവർ ലൈൻസിൽ ഒരുമിച്ച് ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി അതിലെല്ലാത്തിനുള്ള ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് ഒറ്റ ചെടിയിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ക്രോസിംഗിൽ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് ഒരു പെഡിഗ്രി മെത്തേഡിലോ അല്ലെങ്കിൽ ബൾക്ക് രീതി മെത്തേഡിലായിരിക്കും ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ടെക്നിക് ചെയ്യുന്നത്. ഇവിടെ പ്ലാന്റുകളെ സെലക്ട് ചെയ്ത് ക്രോസ് ചെയ്യുന്നത് ഒരുമിച്ചായതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ ക്രോസ് രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രോസ് പോളിനേഷൻ നടക്കുന്ന ചെടികളിലെ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അത് ഒന്നുകിൽ സിംഗിൾ ക്രോസ് ആയി. സിംഗിൾ ക്രോസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറുള്ള ചെടിയെ സെലക്ട് ചെയ്യും, മറ്റൊരു ക്യാരക്ടറുള്ള ചെടിയെ സെലക്ട് ചെയ്യും. അങ്ങനെ 2 സിംഗിൾ പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്യുന്ന മെത്തേഡ്, എയും ബിയും 2 പ്ലാന്റുകളെ ക്രോസ് ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ സിയും ഡിയും. ഇങ്ങനെ സിംഗിൾ പ്ലാന്റുകളെ മാത്രം ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് സിംഗിൾ ക്രോസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഷൾ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കൊടുക്കുന്നത് n-1/2. അത് വെച്ച് നമുക്ക് ഇതിന്റെ എത്ര എണ്ണം സന്താനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കണ്ടെത്താൻ കഴിയും. അടുത്താണ് ഡബിൾ ക്രോസ് മെത്തേഡ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്തു, പിന്നെ സിയും ഡിയും തമ്മിൽ ക്രോസ് ചെയ്തു, വീണ്ടും ആ പ്രോഡക്റ്റുകൾ തമ്മിൽ വീണ്ടും ക്രോസ് ചെയ്തു, ഡബിൾ ക്രോസ്. അപ്പൊ നേരത്തെ ഒറ്റ സങ്കലനങ്ങൾ കിട്ടിയല്ലോ, ഓരോ എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്ത് ഒരു AB ഉണ്ടായി, സിയും ഡിയും തമ്മിൽ ക്രോസ് ചെയ്ത് CD ഉണ്ടായി. ഇവയെ തമ്മിൽ വീണ്ടും ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് ഡബിൾ ക്രോസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ വാണിജ്യ സങ്കര ഇനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡബിൾ ക്രോസിലൂടെയാണ്. ഉയർന്ന വിളവ് കിട്ടാൻ വേണ്ടി ഈ രീതിയിലാണ് കൂടുതലും ക്രോസ് ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് നൽകുന്ന ചോളം വിത്തുകളും ഒക്കെ മിക്കവാറുള്ള വിത്തുകളെല്ലാം ഇരട്ട സങ്കര ഇനങ്ങളായി. അടുത്ത 3-way ക്രോസ്. സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ 2 പ്ലാന്റുകളെ ക്രോസ് ചെയ്യും, അതായത് എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്ത് AB എന്നൊരു സങ്കര ഇനം ഉണ്ടാക്കി. ഈ സങ്കര ഇനത്തിനെ മറ്റൊരു സിംഗിൾ പ്ലാന്റ്, അതായത് പ്യുവർ ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻബ്രെഡ് എന്ന് പറയാം, അതുമായിട്ട് ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് 3-way ക്രോസ്. അതായത് ഒരു സങ്കര ഇനത്തിനെ 2 തമ്മിൽ ക്രോസ് ഉണ്ടായ സങ്കര ഇനത്തിന് മറ്റൊരു സിംഗിൾ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യും. എയും ബിയും തമ്മിലുള്ള പ്രോഡക്റ്റ് ABയെ വേറൊരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റായ CA തമ്മിൽ ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് 3-way ക്രോസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് വിത്തുകളുടെ വിത്ത് പരമാവധിയാക്കാനും സാധാരണ ധാന്യ വലുപ്പത്തിലുള്ള വിത്തുകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ക്രോസിംഗ് കൊണ്ട് എടുക്കുമ്പോൾ ഒരു മെയിൽ പാരന്റ് ഫീമെയിൽ പാരന്റ്, മെയിലായിട്ട് എടുക്കുന്ന സിംഗിൾ പാരന്റ് ആയിരിക്കും. ഹൈബ്രിഡ് സങ്കര ഇനത്തിന്റെ ആയിരിക്കും ഫീമെയിലായിട്ട് എടുക്കുന്നത്. അപ്പൊ ഫീമെയിലായിട്ട് എടുക്കുന്ന സങ്കര ഇനത്തിന്റെ സീഡുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ ക്വാളിറ്റികൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അടുത്തത് ടോപ്പ് ക്രോസ് അഥവാ ഇൻബ്രെഡ് വൈവിധ്യ സങ്കരം. അതായത് ഓപ്പൺ പോളിനേഷൻ നടക്കുന്ന ചെടികളിലെ ഒരു ഇനം സങ്കര ഇനത്തിന് ഒരു ഇൻബ്രെഡ് വേരിയേഷൻ വെറൈറ്റി,
അതായത് ഏതെങ്കിലും ഒരു വെറൈറ്റി, ഒരു ഇൻബ്രെഡ് സെൽഫ് കൊണ്ട് നടക്കുന്ന ഒരു ഇൻബ്രെഡിനെയും നേരത്തെ പറഞ്ഞ സങ്കരയും തമ്മിൽ ഇടയ്ക്കുള്ള ക്രോസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ടോപ്പ് ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും വൈവിധ്യത്തിന് വെറൈറ്റി ചെടിയായിരിക്കും ഫീമെയിൽ പാരന്റ് എടുക്കുന്നത്. ക്രോസ് ചെയ്ത സങ്കരയിനത്തിനല്ല, സിംഗിൾ ആയിട്ട് എടുക്കുന്ന ആ ഒരു വെറൈറ്റി ചെടിയായിരിക്കും ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് സിന്തറ്റിക് ക്രോസ്. സിന്തറ്റിക് ക്രോസ് എന്ന് പറയുമ്പോൾ ഇൻബ്രെഡുകളെ തമ്മിൽ നിയന്ത്രിക്കാതെ, കൺട്രോൾ ഇല്ലാതെ ക്രോസ് ചെയ്യുന്നു. അതായത് അതിന്റെ ക്ലോണുകളെ തന്നെ വീണ്ടും ക്രോസ് ചെയ്യും. സിബ്ലിങ്സ് എന്ന് പറയുന്നത് അതാണ് സിപ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൽ നിന്ന് കുറെ സീഡ് കിട്ടി, ഇതെല്ലാം സഹോദരങ്ങളെ പോലെയാണ്, ഒറ്റ പ്ലാന്റിൽ ഉണ്ടായതാണ്. ആ സീഡുകൾ ജെർമിനേറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് സന്താനങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്ത് പോകുന്ന മെത്തേഡാണ്. അതിന്റെ ക്ലോണുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് സിന്തറ്റിക് ക്രോസ് എന്ന് പറയും. അതിനെ പോളി ക്രോസ് എന്നോ സ്ട്രെയിൻ ബിൽഡിംഗ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇത് നേരത്തെ മുൻകൂട്ടി പരീക്ഷിച്ച പല സീഡുകളിൽ 4 മുതൽ 10 സങ്കരങ്ങളുടെ ക്രോസുകളായിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഓപ്പൺ പോളിനേഷനിലൂടെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് കായിക പ്രജനന വിളകളിലെ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കാണിക്കുന്ന ചെടികളിൽ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സെക്ഷലി റീപ്ലേസ് ചെയ്യുന്ന പ്ലാന്റിൽ സെലക്ട് ചെയ്യും, പൂക്കൾ ഉണ്ടാവുക, സീഡ് ഉണ്ടാവുന്ന പ്ലാന്റ് സെലക്ട് ചെയ്യും. അതിൽ നിന്നും ക്ലോണുകൾ എടുക്കും, അതിന്റെ കമ്പ് വെട്ടിയോ അങ്ങനെ ക്ലോണുകൾ വെച്ച് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കും. അവയെ വീണ്ടും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പൈൻ ആവുള്ളൂ. എന്നിട്ട് അതിന്റെ ക്ലോണുകൾ വീണ്ടും സെലക്ട് ചെയ്യുക. ഇങ്ങനെ ആവർത്തിച്ചുള്ള ക്ലോണിങ്ങിലൂടെയുള്ള സെലക്ഷനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു പ്ലാന്റ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ ആ ക്ലോണുകളെ മുറിച്ച് മാറ്റി, ആവശ്യമുള്ള ക്ലോണുകളെ മുറിച്ച് മാറ്റി അടുത്ത ജനറേഷൻ ഉണ്ടാകും. അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് പൂക്കൾ ഉണ്ടാവാനും സീഡ് ഉണ്ടാകാൻ അനുവദിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും ക്ലോണുകളെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ തലമുറയിൽ സെലക്ട് ചെയ്ത് പോകുന്ന മെത്തേഡാണ് വെജിറ്റേറ്റീവ് മെത്തേഡിലുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കരിമ്പിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഇത് കൂടുതലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷന്റെ പ്രധാന സ്റ്റെപ്പുകളും പിന്നെ സെൽഫ് പോളിനേഷൻ, ക്രോസ് നടന്ന ചെടികളുടെ സെലക്ഷൻ മെത്തേഡും കൂടെ ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, കാരണം അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ് ആഡ് ചെയ്തതാണ്. ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് നന്നായിട്ട് മനസ്സിലാക്കുക. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക് എടുക്കണം. എല്ലാവർക്കും ശുഭദിനം.